മനക്കരുത്ത് വർദ്ധിപ്പിക്കാം, മാനസിക തകർച്ച മാറ്റാം. ഈ വീഡിയോയിൽ മാനസിക തകർച്ച തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ റിലീഫ് ലഭിക്കുന്ന, അതിൽ നിന്ന് പെട്ടെന്ന് മോചനം ലഭിക്കുന്ന 9 കാര്യങ്ങളും മനക്കരുത്തുള്ളവർക്കും ഇല്ലാത്തവർക്കും ആയുഷ്കാലം മുഴുവൻ മനക്കരുത്തുള്ള ജീവിതം നിലനിർത്തുവാൻ വേണ്ടി നിത്യേന അനുവർത്തിക്കാൻ കഴിയുന്ന 5 ടെക്നിക്കുകളും എല്ലാ മനുഷ്യരെയും മനക്കരുത്തോടെയും തന്റേടത്തോടെയും ചങ്കൂറ്റത്തോടെയും ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന 4 കാഴ്ചപ്പാടുകളുമാണ് അക്കമിട്ട് പറയുന്നത്. മാനസിക തകർച്ച നേരിടുന്ന സന്ദർഭങ്ങളിൽ പെട്ടെന്നൊരു മോചനത്തിന് വേണ്ടി, ഒരു ക്വിക്ക് റിലീഫിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യം പറയുന്ന 9 കാര്യങ്ങളും അതിനുശേഷം ആ മനക്കരുത്തോടെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നതിന് നിത്യേന ചെയ്യേണ്ടുന്ന ആ 5 ടെക്നിക്കുകളും ബ്രെയിനിൽ ആ മനക്കരുത്തോടെ ജീവിക്കുന്നതിന് ആവശ്യമായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നിക്കുകളാണ്. ഹോർമോൺ ബാലൻസിങ്ങിന് വേണ്ടിയും ആവശ്യമായ മനക്കരുത്തോടെ ജീവിക്കുന്നതിന് ആവശ്യമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുമുള്ള ടെക്നിക്കുകളാണ്. അതിനാൽ തന്നെ ഇനി ഓരോ പോയിന്റുകൾ പറയുമ്പോഴും ആ കാര്യം ഓരോന്നിനോടും അനുബന്ധിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടാവില്ല, ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനുശേഷം പറയുന്ന ആ 4 കാഴ്ചപ്പാടുകൾ ശക്തമായ മൈൻഡ് ഷിഫ്റ്റിനും പാരഡൈം ഷിഫ്റ്റിനും ഉപകരിക്കുന്ന ശക്തമായ പോയിന്റുകൾ തന്നെയാണ്. അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വരുമ്പോൾ അറിയാത്തവർക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ എന്നുള്ള സഹാനുഭൂതിയോടെ മുന്നോട്ട് പോവുക. 1, മാനസിക തകർച്ച തോന്നുമ്പോൾ പെട്ടെന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടി, പെട്ടെന്നൊരു മോചനം കിട്ടാൻ വേണ്ടി ആ സന്ദർഭത്തിലെ ആ ഒരു മോമെന്റിലെ കാഴ്ചയും കേൾവിയും സ്പർശവും ഗന്ധവും രുചിയും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അത് സിംപ്ലി പെട്ടെന്ന് സാധിക്കും. അത് എന്തിനെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഓരോ കാഴ്ചയും ഓരോ കേൾവിയും ഓരോ സ്പർശവും ഓരോ ഗന്ധവും ഓരോ രുചിയും വ്യത്യസ്തമായ ഹോർമോണുകളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള സയൻസ് ആണ് അത് ഈ കാര്യത്തിന്റെ അടിസ്ഥാനം. അവിടെ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് ആദ്യം ആ സന്ദർഭത്തിലെ ആ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്നൊന്ന് മാറുക. ഒരു 100 മീറ്റർ അകലേക്ക്, അതിന് കഴിയില്ല എങ്കിൽ തൊട്ടടുത്ത മുറിയിലേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് മാറുക ആദ്യഘട്ടം. അതിനുശേഷം അവിടെ കാണുന്ന 4 വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഒന്ന് മാറി മാറി നോക്കുക. അവിടെ എന്തെങ്കിലും വസ്തുക്കൾ, അത് വീട്ടിലാകട്ടെ എവിടെയാകട്ടെ, അവിടെ കാണുന്ന 4 5 വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഒന്ന് മാറി മാറി ഒന്ന് കാണുക. അതിനുശേഷം സാധിക്കുന്ന എന്തെങ്കിലും, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണെങ്കിൽ ആ പാട്ടൊന്ന് മാറ്റി വേറൊരു പ്രഭാഷണത്തിലേക്ക് പോവുക. ഒരു പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ ഒരു പാട്ടിലേക്ക് പോവുക. ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു പാട്ടോ പ്രഭാഷണമോ, സ്വല്പം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ, കുറച്ച് രസകരമായതോ മോട്ടിവേറ്റിംഗോ ആണെങ്കിൽ കൂടുതൽ ഉചിതം. ഒരു കേൾവി, വ്യത്യസ്തമായ ഒരു കേൾവിയിലേക്ക് ഒന്ന് കാതു കൊടുക്കുക. അതുപോലെ സ്പർശം, അതിനായി അപ്പോഴത്തെ ടെമ്പറേച്ചറിനേക്കാളും അപ്പോഴത്തെ അന്തരീക്ഷ താപനിലയേക്കാളും വ്യത്യാസമുള്ള, ഒന്നുകിൽ സ്വല്പം തണുപ്പ് കൂടിയതോ അല്ലെങ്കിൽ സ്വല്പം ചൂട് കൂടിയതോ, ഏതെങ്കിലും ഒന്ന് മതി, ഏതെങ്കിലും ഒന്നിലേക്ക് പോയാൽ മതി. അപ്പോഴത്തെ താപനിലയേക്കാളും ഒരു വ്യത്യാസമുള്ള എന്തെങ്കിലും ഒരു വസ്തു കൈകൾ കൊണ്ട് സ്പർശിക്കുക. ദേഹത്ത് സ്പർശിക്കാൻ കഴിയുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും സ്വല്പം കൂടെ എളുപ്പം ഒരു തണുത്ത വാട്ടർ ബോട്ടിലോ മറ്റോ കൈകൾ കൊണ്ട് ഇങ്ങനെ കൂട്ടിത്തിരുമാം. അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തണുത്ത വസ്തുക്കളാണെങ്കിൽ ഐസ് ക്യൂബോ മറ്റോ തണുത്ത നാരങ്ങയോ മറ്റോ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങനെ 2 കൈകൾക്കുള്ളിലും പിടിക്കാം. അല്ലെങ്കിൽ പുഴുങ്ങിയ 2 കൈകൾക്കുള്ളിലോ അല്ലെങ്കിൽ 2 കൈകൾ കൊണ്ടുമോ, അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ടയോ മറ്റോ എന്തെങ്കിലും അപ്പോഴത്തെ താപനിലയേക്കാളും വ്യത്യാസമുള്ള ഒരു താപനില, ഒരു താപം ഫീൽ ചെയ്യുന്നു. ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇത് ബാലിശമായി കണക്കാക്കരുത്. ഓരോ കാഴ്ചയും കേൾവിയും സ്പർശവും എല്ലാം, ഗന്ധവും രുചിയും എല്ലാം വ്യത്യസ്ത ഹോർമോൺ ഉണ്ടാക്കും. ആ ഒരു മാനസിക തകർച്ച ഉണ്ടാക്കുന്ന ഹോർമോണിൽ നിന്ന് ഒരു വ്യത്യാസം കൊടുക്കുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിക്കുന്നുണ്ടാകില്ല. ഒരു ടെക്നിക്കും ബാലിശമെന്ന് കരുതണ്ട, അതിൻ്റെതായിട്ടുള്ള സയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തണുപ്പോ ചൂടോ കൂടിയ വസ്തു ഒന്ന് സ്പർശിക്കുക. 1-2 മിനിറ്റ് മതി. ആ കാഴ്ച കാണുന്നതും 1-2 മിനിറ്റ് മതി. ഒന്ന് സ്പർശിക്കുക. അതുപോലെ തന്നെ ഗന്ധം ഒന്ന് ഡിഫറൻറ്റ് ഒരു ഗന്ധം ശ്വസിക്കാൻ ശ്രമിക്കുക. ഗന്ധം അറിയാൻ, മണക്കാൻ ശ്രമിക്കുക. അതും ഒരു നാരങ്ങയോ ഒരു കാപ്പിക്കുരുവോ കാപ്പിപ്പൊടിയോ, അത്തരം ഗന്ധങ്ങൾ കുറച്ചുകൂടെ മോട്ടിവേറ്റിംഗ് ആണ്. നാരങ്ങ, കാപ്പിക്കുരു, കാപ്പിപ്പൊടി. ഇനി അതൊന്നും കിട്ടാനുള്ള സാഹചര്യമില്ല എങ്കിൽ അവനവൻ്റെ ഉമിനീര് ജസ്റ്റ് കൈപ്പത്തിമേലൊന്നും ഇങ്ങനെ ഉരസിയിട്ട് ആ ഗന്ധം ശ്വസിക്കുന്നതും നമുക്ക് ആവശ്യമായ ഹോർമോൺ, അതൊരു പോസിറ്റീവ് ഹോർമോണാണ്. അപ്പോഴത്തെ ആ ഒരു നെഗറ്റീവ് ഹോർമോണിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും. അതുപോലെ ഇനി രണ്ടാമതായി ചെയ്യാൻ കഴിയുന്നത് ജസ്റ്റ് ഇരുന്നുകൊണ്ട്, മറ്റാരുടെയും അല്ലെങ്കിൽ മറ്റാരും കാണില്ല, നമുക്ക് പ്രൈവസി ഉണ്ടെന്നുണ്ടെങ്കിൽ തലയിൽ മൃദുവായി ഒന്ന് മസാജ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുക. തല തിരുമേണ്ടതില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഹെയർ ഒന്നും പോകേണ്ടതില്ല. ജസ്റ്റ് ഇങ്ങനെ തലയിൽ എമ്പാടും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ജസ്റ്റ് മൃദുവായിട്ട്, ആഞ്ഞ് തട്ടുകയൊന്നും വേണ്ട, ജസ്റ്റ് മൃദുവായിട്ട് തലയിലൊന്ന് തട്ടി കൊടുക്കുക. 1 മിനിറ്റ് ജസ്റ്റ് തലയിലൊന്ന് തട്ടി കൊടുക്കുക. 3 ഒന്ന് മൂരി നിവർത്തുക. നിങ്ങൾക്കറിയാമത്, ഒന്ന് മൂരി നിവർത്തുക. ഒന്ന് മൂരി നിവർത്തുക. അത് കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ആകാം. ഒന്ന് മൂരി നിവർത്തുക. ആ മൂരി മൊത്തം ഒന്ന് വളയുകയും തിരികുകയും ചെയ്ത് നന്നായി ഒന്ന് മൂരി നിവർത്തുക. ആ മൂരി നിവർത്തുക എന്ന പ്രക്രിയ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ന് ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കാം. അറിയാത്തവരത് മനസ്സിലാക്കിക്കോളൂ. ജസ്റ്റ് ഒന്ന് മൂരി നിവർക്കുന്നത് പോലും ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 3 മൂരി നിവർക്കുക. 4 നമ്മുടെ കണ്ണുകളും കൈകളും കാലുകളും ഗുഹ്യഭാഗവും ഒന്ന്
ഇറുക്കി പിടിച്ച് ലൂസാക്കുക. ഒന്ന് ഇറുക്കിയതിന് ശേഷം, ഒന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം ലൂസാക്കുക. അത് ടൈറ്റ് ആക്കുന്ന പ്രക്രിയ സ്വല്പം ഒന്ന് വേഗത്തിലായാലും ലൂസാക്കുന്നത് താരതമ്യേന സ്വല്പം ഒന്ന് സാവകാശം, അതീവ സാവകാശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായി ലിസൺ ടു യുവർ ബോഡി എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക, ശരീരത്തിന് ഒരായാസവും കൊടുക്കാതെ വളരെ ഫ്രീ ആയിട്ട് ചെയ്താൽ മതി. കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ചതിന് ശേഷം സാവകാശം റിലീസ് ചെയ്യുക, സാവകാശം അയക്കുക. അതൊരു 4-5 പ്രാവശ്യം ചെയ്യുക. കണ്ണുകളൊന്ന് ഇറുക്കി അടയ്ക്കുക, നന്നായിട്ടൊന്ന് ഇറുക്കി പിടിക്കുക. ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവനവൻ്റെ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യണമെന്നില്ല. കാഴ്ചപ്പാടുകൾ അത് വളരെ പവർഫുൾ ആണ്. ആ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ടെക്നിക്കുകളിൽ പകുതി ടെക്നിക്കുകളെങ്കിലും, ഈ 2 തരം ടെക്നിക്കുകളിലെ പകുതിയെങ്കിലും അവനവനാൽ കഴിയുന്ന ടെക്നിക്കുകൾ ചെയ്താൽ മതിയാകും അവനവനെ കൊണ്ട് സാഹചര്യമുള്ള അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്ക് സാധിക്കുന്നത്. അപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ഒന്ന് റിലീസ് ചെയ്യുന്നു. അതിനുശേഷം കൈമുഷ്ടികൾ നന്നായി ഒന്ന് ഇറുക്കിയതിന് ശേഷം സാവകാശം അയക്കുന്നു. പൂർണ്ണമായിട്ട് നിവർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്ന് മുറുക്കുക, ടൈറ്റാക്കുക, അയക്കുക. പൂർണ്ണമായിട്ട് നിവൃത്തിയാണ് നല്ലത് തന്നെ. അതും ഒരു 5 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം കൈകൾ മൊത്തത്തിലും ഒന്നാകാം. കൈകൾ മൊത്തത്തിൽ ഒന്ന് ഇറുക്കിയിട്ട് റിലീസ് അത് അയക്കുന്നു. അതിനുശേഷം കാൽപാദങ്ങളൊന്ന് ടൈറ്റ് ആക്കുന്നു, നന്നായിട്ട് ടൈറ്റ് ആക്കുന്നു, പറ്റുന്നത് പോലെ ടൈറ്റ് ആക്കിയതിനു ശേഷം അത് മെല്ലെ അയക്കുന്നു. അതിനുശേഷം കാലുകൾ മൊത്തത്തിലും ഒന്ന് ടൈറ്റ് ആക്കാം. കാലുകൾ മൊത്തത്തിലൊന്ന് ടൈറ്റ് ആക്കിയതിനു ശേഷവും അത് മെല്ലെ അയക്കുന്നു. ഇതെല്ലാം 5 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഗുഹ്യഭാഗം, നമ്മൾ ഒരു പക്ഷേ പെട്ടെന്ന് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഒന്ന് വലിക്കുന്നത് പോലെ ആ രീതിയിൽ ഗുഹ്യഭാഗം ഒന്ന് വലിച്ചു വിടുക. ഒന്ന് ടൈറ്റ് ആക്കുക, മെല്ലെ അയക്കുക, ടൈറ്റ് ആക്കുക, മെല്ലെ അയക്കുക. അതും ഒരു 5 പ്രാവശ്യം ചെയ്യുക. 5 ലാഫിംഗ് തെറാപ്പിയുടെ, ചിരി തെറാപ്പിയുടെ ഒരു ലഘു വേർഷൻ. എന്തെങ്കിലും ടിവിയിലോ മൊബൈലിലോ മറ്റോ എന്തെങ്കിലും തമാശയോ കോമഡിയോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം കണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. തനിയെ ഇരുന്ന് വേണമെങ്കിലും ചിരിക്കാം. അത് മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു സ്വയം ബുദ്ധിമുട്ട് തോന്നാതെ ചിരിക്കാൻ കഴിയുമെങ്കിൽ ജസ്റ്റ് എന്നൊരു ലാഘവത്തോടെ ഒന്ന് ചിരിക്കുകയും ചെയ്യാം. ഒരു സെക്കൻഡ് ചിരിക്കുന്നത് പോലും പ്രത്യേക ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്നതാണ്. ചിരി തെറാപ്പി എന്നുള്ളത് ലോകത്തിലെ ടോപ്പ് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസിങ് ടെക്നിക്കുകളിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലഘു വെർഷനാണ്. എന്തെങ്കിലും കണ്ടൊന്ന് ചിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സ്വയം പ്രൈവസി ഉണ്ടെങ്കിൽ സ്വയം ഒന്ന് 1 മിനിറ്റോളം ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ നല്ലത് തന്നെ. അത് സ്വയം ഒന്ന് നെഗറ്റീവ് ഫീൽ ചെയ്യേണ്ടതില്ല. ഇതൊക്കെ വളരെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ പെട്ടെന്ന് ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോലും ചെയ്യുന്ന ടെക്നിക്കുകളാണ്. 6ാമത്തെ പോയിന്റ്, മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്ന ഡീപ് ബ്രീത്തിങ് രീതി ഒരു 5 പ്രാവശ്യമോ 6 പ്രാവശ്യമോ ചെയ്യുക എന്നുള്ളതാണ്. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. അത് അത്രയും ഫുൾ ഡീപ് ബ്രീത്ത് വേണമെന്നൊന്നുമില്ല. അങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ലൊരു ഡീപ് ബ്രീത്ത് എടുത്താൽ മതി. അതിൻ്റെ ടൈമിങ്, ശ്വാസം ഇത്ര വേഗം കൊണ്ട് വിടണമെന്നൊന്നും ആവശ്യമില്ല. ഓരോ ഡീപ് ബ്രീത്തും ഒരുപാട് ഹെൽത്ത് ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്നതാണെന്ന് പലർക്കും അറിയാമെന്ന് കരുതുന്നു. അതുകൊണ്ട് അത്രമാത്രം ചിന്തിച്ചാൽ മതി. അത് ഈ രീതിയിൽ ഒരു 6 എണ്ണം. 7ാമത്തെ പോയിന്റ്, പോസിറ്റീവായി സംസാരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും നല്ല സുഹൃത്തോ വ്യക്തിയോ നിങ്ങൾക്കറിയാമെങ്കിൽ, പോസിറ്റീവായി സംസാരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തോ വ്യക്തിയോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് സംസാരിക്കുക. നമ്മുടെ ആ ടെൻഷൻ്റെ കാരണവും ഒന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അത് തിരികെ അതിന് പരിഹാരം പറഞ്ഞു തന്ന് നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് അത് പെട്ടെന്ന് റിലീഫ് ചെയ്യുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആ ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്. 8ാമത്തെ കാര്യം, തത്തുല്യമായ എന്തെങ്കിലും വിഷമം, വേദന അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിനെ നിങ്ങൾക്കറിയാമെങ്കിൽ, പെട്ടെന്ന് ആ സന്ദർഭത്തിൽ അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടാകണമെന്നില്ല, അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിൽ അദ്ദേഹത്തോട് നിങ്ങളുടെ വിഷമം പറയുകയേ അരുത്. ഇത് അതിനുവേണ്ടി ചെയ്യുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ചോദിച്ച് മനസ്സിലാക്കി, എന്തായിരുന്നു വിഷമം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് അതിലേക്ക് കടന്നിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് അറിയാമെങ്കിൽ അതിനെ നേരെ അഡ്രസ് ചെയ്തോ ആ കാര്യത്തിന് അത് സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും അതിനൊരു പരിഹാരം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിഷമം ഈ ടെക്നിക്കിൽ അനുവർത്തിക്കാനേ പാടില്ല. നിങ്ങൾ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുക മാത്രം ചെയ്യുന്നു. അത്യാവശ്യം ചിന്തിക്കുന്നവർക്കും ഇത്തരം കാര്യങ്ങൾ അറിയുന്നവർക്കും അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് മനസ്സിലാകുന്നുണ്ടാകാം. അതൊരു ഹൈലി പോസിറ്റീവ് എനർജിയും ഹൈലി പോസിറ്റീവ് വൈബും പല ഹൈലി പോസിറ്റീവ് ഹോർമോൺസും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കും. അങ്ങനെ ഒരാളെ വിളിച്ച് അദ്ദേഹത്തെ പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യുക മാത്രം ചെയ്യുക. 9ാമത്തെ
അഞ്ചാമത്തെ പോയിന്റ്, ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെയോ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെയോ വീട്ടിലേക്ക് പെട്ടെന്നൊന്ന് പോയി വരിക. 1 മണിക്കൂർ നേരത്തേക്കോ ഒരു അര ദിവസത്തേക്കോ ഒരു ദിവസത്തേക്കോ പെട്ടെന്നൊരു ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കോ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കോ പോയി വരാൻ കഴിഞ്ഞാൽ നന്ന്. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോപ്പിലേക്കോ ജസ്റ്റ് ഒരു പുറത്തേക്ക് ഒരു ചായ കുടിക്കാനോ ഒരു സിനിമയ്ക്കോ ഒരു ചായ കുടിക്കാനോ ഒന്ന് പുറത്തേക്ക് പോയി വന്നാൽ പോലും 9ാമത്തെ പോയിന്റ് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ ഫലപ്രദമായിരിക്കും. ഇനി പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ മനക്കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺസ് സ്വാഭാവികമായി തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, സ്ഥിരമായി ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളും ആ ഒരു മാനസിക തകർച്ച നേരിടുമ്പോൾ ക്വിക്കായി ചെയ്യാൻ കഴിയുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പവും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമാണ്. അതിൽ ഒന്നാമത്തത് വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ബാലിശമായി തോന്നിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ സയൻസ് ആവർത്തിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഹാപ്പി ഹോർമോൺസും ഹെൽത്ത് ഹോർമോൺസും ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ പ്രക്രിയയാണ്, വിറ്റമിൻ ഡി മാത്രമല്ല ഒരു പവർഫുൾ പ്രക്രിയയാണ് വെയിൽ കൊള്ളുക എന്നുള്ളത്. പലർക്കും അറിയാമായിരിക്കും, അറിയാത്തവർ അറിഞ്ഞോളൂ. ഇനി ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ടാകില്ല, പറഞ്ഞു പോവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് അനുവർത്തിച്ചാൽ മതിയാകും. വെയിൽ കൊള്ളുക രാവിലെ 10 മണിക്ക് മുൻപുള്ള വെയിലും വൈകുന്നേരം 3:30 മുൻപുള്ള വെയിലുമാണ് അഡ്വൈസബിൾ. ആ നട്ടുച്ച വെയിൽ പോലും കൊള്ളുന്നതിൽ കുഴപ്പമില്ല. ആ നട്ടുച്ച വെയിൽ കൊള്ളുന്ന ചില ടെക്നിക്കുകളും വേറെ ഉണ്ടെന്നും അറിയിക്കുന്നു. ഏതായാലും അത്തരം പേടി എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ രാവിലെ 9:30 മുൻപുള്ള വെയിലും വൈകുന്നേരം 4 മണിക്ക് ശേഷമുള്ള വെയിലും കൊണ്ടാൽ മതിയാകും. അത് സ്ഥിരം ആ വെയിൽ കൊള്ളുന്നത് ആയുഷ്കാലം മുഴുവൻ മനക്കരുത്തോടെയും മെന്റൽ ഹെൽത്തോടെയും ജീവിക്കാൻ ഏറെ ഉത്തമമാണ്. സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേഹത്ത് വസ്ത്രമുള്ളപ്പോൾ ലൈറ്റ് വസ്ത്രങ്ങൾ, ലൈറ്റ് കോട്ടൺ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഏതായാലും സ്ഥിരമായി വെയിൽ കൊള്ളുന്നത് ദീർഘകാലത്തേക്ക് ആ ഒരു മനക്കരുത്തോടെ ജീവിക്കാൻ ഗുണകരമാകും. ആ ക്വിക്ക് റിലീഫിന് വേണ്ടിയും വെയിൽ കൊള്ളുന്നത് നല്ലത് തന്നെയാണ്. അത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് നട്ടുച്ചയ്ക്ക് പോലും ഒരു 5 മിനിറ്റ് വെയിൽ കൊള്ളുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ സാഹചര്യം ലഭിക്കുമ്പോഴൊക്കെ മഴ കൊള്ളുന്നത് ഒരു 5 മിനിറ്റ് ടു 10 മിനിറ്റ്, വെയിൽ കൊള്ളുന്നതും ഒരു 5 മിനിറ്റ് ടു 20 മിനിറ്റ് ആണ്. ഒരു 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ മഴ കൊള്ളുന്നതും മഴ ഏറ്റുവാങ്ങുന്നതും ഇത്തരം കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. അതും ദേഹത്ത് ലൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ മഴത്തുള്ളികൾ ദേഹത്ത് ഏറ്റുവാങ്ങണം, അതും ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ മുങ്ങിക്കുളിയും ഇത്തരം കാര്യങ്ങൾക്ക് വളരെ പരിഹാരമാണ്. മുങ്ങിക്കുളി അത് നിത്യവും മുങ്ങിക്കുളിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. അതല്ലെങ്കിൽ ഒരു ക്വിക്ക് റിലീഫ് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മുങ്ങിക്കുളിക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. മുങ്ങിക്കുളിയും വളരെ നല്ലൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ചെരിപ്പിടാതെ മണ്ണിൽ നടക്കുക. ഈ അടുത്ത കാലത്ത് പോലും സൂറിച്ചിൽ നടന്ന പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്, നേരത്തെ മുതൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഇത്തരം മാനസിക തകർച്ചയ്ക്കുള്ള ക്വിക്ക് റിലീഫിനും ആയുഷ്കാലം മുഴുവൻ മാനസിക തകർച്ച കൂടാതെ ജീവിക്കുന്നതിനും ഉത്തമമായൊരു ടെക്നിക്കാണ് ചെരിപ്പിടാതെ മണ്ണിൽ നടക്കുന്നത് എന്നുള്ളത്. നാം ഇപ്പോൾ മണ്ണിൽ കാലുകുത്തി നടക്കുന്നില്ലല്ലോ, മണ്ണിൽ നടക്കുന്നത് ഒരു 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ. അത് നനഞ്ഞ മണ്ണാണ് കൂടുതൽ ഉത്തമം. അത് എപ്പോഴും നമുക്ക് ലഭിക്കില്ലല്ലോ. അതായത് സ്വാഭാവികമായി നനഞ്ഞ മണ്ണ്, നമ്മൾ വെള്ളമൊഴിച്ച് നനച്ചാൽ പോരാ, മഴ കൊണ്ട് നനഞ്ഞ മണ്ണ് അത് എപ്പോഴും ലഭ്യമല്ലാത്തത് കൊണ്ട് സാധാരണ മണ്ണിൽ നടന്നാൽ മതി. മണ്ണിലോ പുല്ലിലോ നടക്കാം, മണ്ണിലും പുല്ലിലും മാറി മാറി നടക്കാം. ഇത് വേറൊരു ടെക്നിക്കുണ്ട്, അതിവിടെ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല, എങ്കിലും സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. മണ്ണിലും പുല്ലിലും ചരലിലും മണലിലും ചളിയിലും വെള്ളത്തിലും പാറയിലും നടക്കുന്ന വേറെ ടെക്നിക്കുണ്ട്. അത് മറ്റൊരു ടെക്നിക്കൽ ആവശ്യം വരുമ്പോൾ ഉൾക്കൊള്ളിക്കാം. ഇപ്പോൾ ഇവിടെ ഇത്തരം മാനസിക തകർച്ചയ്ക്ക് പരിഹാരമായിട്ടും മനക്കരുത്തുണ്ടാക്കുന്നതിനും മണ്ണിലും പുല്ലിലും മാറി മാറി നടന്നാൽ മതി. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മണ്ണിലും പുല്ലിലുമായി മാറി മാറിയോ നടക്കുക. മൂന്നാമത്തെ പോയിന്റ്, ദേഹമാസകലം എണ്ണ തേച്ച് മസാജ് ചെയ്യുക. സ്വയം മസാജ് ചെയ്താൽ മതി. ദേഹമാസകലം എന്നാൽ ദേഹം മുഴുവനും, തലയിലും ഉള്ളംകാലും ചെവിപ്പുറകും എല്ലാം തന്നെ. മുഖം വേണമെങ്കിൽ ഒഴിവാക്കാം, മുഖം കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ബാക്കി ദേഹമാസകലം എണ്ണ തേച്ച് സ്വയം മസാജ് ചെയ്യുക. അത് ഉള്ളംകാല് പ്രത്യേകം മസാജ് ചെയ്യണം. 2 ഉള്ളംകാലും മാറി മാറി മസാജ് ചെയ്യണം. കൈകളും കാലുകളും ഒഴിയുമ്പോൾ അല്ലെങ്കിൽ തിരുമുമ്പോൾ മസാജ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒഴിയുകയാണെങ്കിൽ മുകളിലേക്കാണ്, കൈകൾ മുകളിലേക്കാണ്, കാലുകളും മുകളിലേക്കാണ് ഒഴിയേണ്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ, നിങ്ങൾ മറ്റെന്തെങ്കിലും എണ്ണ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ മതിയാകും. ഏതായാലും ഒരു 20 മിനിറ്റോളം എണ്ണ കൊണ്ട് നമുക്ക് വലിയ ആയാസം തോന്നുന്ന അത്രയും സമയം ആദ്യഘട്ടത്തിൽ വേണമെന്നില്ല. ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ മൃദുവായും ഹാർഡായും ഒക്കെ, അത്ര ഹാർഡെന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ഹാർഡല്ല, അത്യാവശ്യം മൃദുവായും അത്യാവശ്യം ഹാർഡായും ഒക്കെ ഒന്ന് മാറി മാറി ദേഹമാസകലം മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ക്വിക്ക് റിലീഫ് കിട്ടുന്നതുമാണ്. ഇത് നിത്യവും ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇനി നിത്യവും വേണമെന്നില്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നാലാമത്തെ പോയിന്റ്, സ്ഥിരമായി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ശരീരശക്തിക്ക് വേണ്ടിയുള്ള വ്യായാമം അല്ല ഉദ്ദേശിക്കുന്നത്, ജിംനേഷ്യം പോലുള്ള വ്യായാമങ്ങളല്ല. അത് നല്ലത് തന്നെ,
അത് ശരീരശക്തിക്ക് വേണ്ടിയാണ്, ഇത് അതിനു വേണ്ടിയല്ല. നമ്മുടെ ഹാപ്പി ഹോർമോൺസും ഹെൽത്ത് ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്ന വ്യായാമങ്ങളാണ്. അത് എയ്റോബിക് ഡൈനാമിക് വ്യായാമങ്ങളാണ്. സിംപ്ലി നടപ്പ്, റണ്ണിങ്, ജോഗിങ്, സ്വിമ്മിങ്, സ്കിപ്പിംഗ് തുടങ്ങിയവ. സ്കിപ്പിംഗ് ഒക്കെ കുറച്ച് ആയാസമുള്ളതാണ്, അതൊന്നും വേണ്ട. സിംപ്ലി നടന്നാൽ മതി, നിത്യവും നടന്നാൽ മതി. അത് ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും 40 മിനിറ്റെങ്കിലും നടക്കുന്നത് ഹെൽത്ത് ഹോർമോൺസ് ഉണ്ടാക്കുന്നതും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ, ക്വിക്ക് റിലീഫിന് ഇത് അത്ര പെട്ടെന്ന് ഉപകരിക്കില്ല. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദീർഘകാലം എപ്പോഴും ആയുഷ്കാലം മുഴുവൻ ഹെൽത്തി മൈൻഡോടെ ജീവിക്കാൻ ഉപകരിക്കും ഇത്തരം വ്യായാമങ്ങൾ. 5ാമത്തെ പോയിന്റ് ഭക്ഷണത്തിൽ ചെറിയൊരു ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. എരിവ് പോലുള്ളത് കുറയ്ക്കുക. അതായത് മാനസിക തകർച്ച ഉള്ളവർ അല്ലെങ്കിൽ മനക്കരുത്ത് ആഗ്രഹിക്കുന്നവർ എരിവ് കുറയ്ക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതിനകത്ത് വേറെ കാര്യം കൂടെ പറഞ്ഞു തരാം. ഇതൊരു പൗരാണിക ശാസ്ത്രമാണ് ഭക്ഷണത്തിന്റെ. ആധുനിക ശാസ്ത്രം പോലെ എല്ലാം വായിച്ച് പഠിച്ച് വലിയ ലിസ്റ്റൊന്നും ആവശ്യമില്ല. പോഷകാഹാരങ്ങളും ആവശ്യമുള്ള ആഹാരങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് സിമ്പിൾ ഒരു ടെക്നിക് ഉണ്ട്. ഒന്ന്, എല്ലാ രുചികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കയ്പ്, ചവർപ്പ്, മധുരം, പുളി, എരിവ് തുടങ്ങിയവ എല്ലാം ഉൾപ്പെടുത്തുക മിതമായിട്ട്. അതിന് ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർ അതിന് വിഘാതമായത് കഴിക്കാതിരിക്കുക, എരിവ് ഉപേക്ഷിക്കുക. ഈ കേസിൽ മാനസിക തകർച്ചയുള്ളവർ അല്ലെങ്കിൽ മനക്കരുത്ത് നേടാൻ വേണ്ടിയുള്ളവർ എരിവ് കുറയ്ക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക, എരിവ് കുറയ്ക്കുക. രൂക്ഷതയുള്ള ഭക്ഷണങ്ങൾ, രൂക്ഷ രുചിയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. രൂക്ഷ രുചി ഇല്ലാത്ത ഭക്ഷണങ്ങൾ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ, അല്ലെങ്കിൽ വയറ് നിറയാൻ വേണ്ടിയിട്ട് മീൻസ് ആവശ്യമുള്ളത്. അതുപോലെ കൊക്കോ ഭക്ഷിക്കുന്നത് നല്ലതാണ്. കൊക്കോ ഭക്ഷിക്കുന്നത് ഈ മാനസിക തകർച്ചയ്ക്ക് പരിഹാരമാണ്, മനക്കരുത്തുണ്ടാക്കാൻ ഗുണകരമാണ്. ഫിനൈൽ ഇത്തലാമൈൻ എന്നൊരു പ്രത്യേക ഘടകം ഈ നമ്മുടെ ഹെൽത്ത് ഹോർമോൺസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഘടകമാണ്. അതുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് കൊക്കോ. അപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത്, ചോക്ലേറ്റ് കൊക്കോ ഉള്ളതാണെന്നാണല്ലോ വെപ്പ്, അതുകൊണ്ട് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഇത്തരം ചില ഭക്ഷണ ക്രമീകരണങ്ങൾ കൂടെ ചെയ്താൽ പെട്ടെന്ന് റിലീഫ് കിട്ടുകയും അത് ദീർഘകാലം ചെയ്യുന്നത്, ഭക്ഷണം ഒന്ന് ക്രമീകരിക്കുന്നത് ദീർഘകാലത്തേക്ക് വളരെ നല്ല കാര്യമാണ്. ഇനി മാനസിക തകർച്ചകളെല്ലാം വേരോടെ പിഴുതുമാറ്റി കളഞ്ഞുകൊണ്ട് മനക്കരുത്തോടെ ആയുഷ്കാലം മുഴുവൻ സ്ട്രോങ് പേഴ്സണാലിറ്റിയായി ജീവിക്കുവാൻ ആവശ്യമായ യാഥാർത്ഥ്യവും സത്യവും ആയ 4 കാഴ്ചപ്പാടുകളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ജീവിതത്തിലെ എല്ലാം തന്നെ നഷ്ടപ്പെടുവാനുള്ളതാണ്, ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ആഴത്തിൽ ചിന്തിച്ച് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ് തുടങ്ങി എല്ലാം തന്നെയും മറ്റെല്ലാ ആർജിച്ച ഭൗതിക സമ്പത്തുകളെല്ലാം തന്നെയും ഒരു നാൾ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ക്രമേണ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. എന്നതുകൊണ്ട് ഭൗതിക സമ്പത്ത് വാരി പിടിക്കുന്നതിനുള്ള ത്വര ഒരിക്കലും അവസാനിപ്പിക്കുകയും അരുത്. അത് ഇതിനു മുൻപിലുള്ള ആ വീഡിയോകൾ കേൾക്കാത്തവർക്ക് ഒരു സംശയം വരും, എന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞു തരാം. സ്വാർത്ഥതയില്ലാത്ത മനസ്സിൽ നന്മയുള്ള മനുഷ്യന് ഭൗതിക സമ്പത്ത് ഒരിക്കലും മതിയാകില്ല. ആ പോയിന്റ് ചിന്തിച്ചാൽ മനസ്സിലാകും, അല്ലെങ്കിൽ മുൻ വീഡിയോകളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും എല്ലാം നഷ്ടപ്പെടാനുള്ളതാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ മിക്കവാറും എല്ലാ ടെൻഷൻസും മാറ്റിക്കളയും. എല്ലാം നഷ്ടപ്പെടാനുള്ളതാണ് എന്നുള്ള ആ ഒരു ജീവിത യാഥാർത്ഥ്യം, അതൊരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പിന്നെ ഒന്നിലും നമുക്ക് ദുഃഖമുണ്ടാകാൻ സാധ്യത കുറവാണ്. ഒന്ന്, ആ ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് ഓർത്താൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതണം. അതിപ്പോ ആര് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും അത്രയും സെന്റിമെന്റൽ ഇഡിയറ്റ് ആകരുത്, ഇമോഷണൽ ഇഡിയറ്റ് ആകരുത്. അതായത് സെന്റിമെന്റൽ ഇമോഷണൽ പൊട്ടിയാകരുത്. അത്രയും ചിന്തിച്ചാൽ തന്നെ നമുക്കൊരു വലിയ കരുത്തു വരിക തന്നെ ചെയ്യും. 2ാമത്തെ പോയിന്റ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള മാനസിക തകർച്ചയാണെങ്കിൽ എന്താണ് പരിഹാരം എന്നുള്ളതാണ്. അവിടെയും തളർന്നിരിക്കുന്നത് കൊണ്ടോ മാനസികമായി തകർന്നത് കൊണ്ടോ അതൊന്നിനും പരിഹാരമാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പരിഹാരത്തിനായി രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞ് പ്രയത്നിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം തളർന്നാൽ താങ്ങാൻ ആളുമില്ല, പേടിച്ചാൽ ഒളിക്കാൻ കാടുമില്ല. ജീവിതം തരാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് വാങ്ങിടും ഞാൻ എന്ന കവിവാക്യം പ്രസക്തം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതും, ഇവിടെ ചെറിയ മനസ്സാകാതിരിക്കുക, വലിയ മനസ്സാവുക എന്നുള്ളതാണ് വേണ്ടത്. ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയം തന്നെ. ചെറിയ മനസ്സായിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പ്രോബ്ലമായി തോന്നിക്കുന്നത്. ഇതേ പ്രോബ്ലങ്ങൾ നിസ്സാരമായി കാണുന്ന അനേകർ ലോകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഏതായാലും ഈ വലിയ മനസ്സാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ചില്ലറ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെക്കാതിരിക്കുക. ചെറിയ ലക്ഷ്യങ്ങളാകരുത് മനസ്സിൽ. ചെറിയ ലക്ഷ്യങ്ങളിലും ചെറിയ സുഖങ്ങളിലും അഭിരമിച്ചു പോകാതിരിക്കുക. വലിയ ലക്ഷ്യങ്ങൾ മനസ്സിലെങ്കിലും വെക്കുക. നമുക്ക് നടപ്പാക്കാൻ കഴിയുമോ, നേടാൻ കഴിയുമോ എന്ന് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾ വലുത് തന്നെ മനസ്സിൽ സങ്കല്പിക്കുക. അതിനായുള്ള പ്രയത്നത്തിൽ നിരന്തര
നിരന്തരം വ്യാപൃതമാവുക, ബിസി ആയിരിക്കുക. തിരക്കുള്ള തേനീച്ചയ്ക്ക് വിഷമിക്കാൻ നേരമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മൂന്നാമത്തെ കാഴ്ചപ്പാട് എന്തെന്നാൽ, നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തു തന്നെയാകട്ടെ, നിങ്ങളുടെ മാനസിക തകർച്ചയ്ക്ക് കാരണമായ കാര്യം എന്തു തന്നെയാകട്ടെ, നിങ്ങളെക്കാൾ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് അതേ പ്രോബ്ലംസ് മറികടന്ന് പരിഹരിച്ച അനേകർ ലോകത്തുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളും അതിന്റെ പരിഹാരത്തിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുക. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മനോഭാവത്തിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക് ഒന്ന് മാറുക. ആ ഒരു പാരഡൈം ഷിഫ്റ്റ്, ആ ഒരു കാഴ്ചപ്പാട് മാറ്റം സംഭവിപ്പിക്കുക. ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഒന്നും വരില്ല. കാരണം പല പ്രോബ്ലംസും ആ പ്രോബ്ലം വന്നതുകൊണ്ടല്ല ടെൻഷൻ അടിക്കുന്നത്, ആ പ്രോബ്ലം ഭാവിയിൽ വന്നേക്കാമോ എന്നുള്ള ചിന്തയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ പല മാനസിക തകർച്ചകളുടെയും കാരണം ഇപ്പോൾ നിലവിലുള്ള പ്രശ്നമല്ല, ഭാവിയിൽ പ്രശ്നം വന്നേക്കാമോ, ഇത് അങ്ങനെ സംഭവിച്ചേക്കാമോ, ഇതുകൊണ്ട് ആ പ്രശ്നം വന്നേക്കാമോ എന്നുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്ത, പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള ആശങ്ക. പ്രശ്നം നിലവിൽ ഉള്ളത് കൊണ്ടുള്ള ആശങ്കയല്ല, പ്രശ്നം വരുമോ എന്നുള്ള ആശങ്കയാണ്. അതായത് പുഴ, നദി, ആറ് അവിടെ ഉണ്ടെന്നത് കൊണ്ട് വസ്ത്രം ഇവിടെ നിന്ന് ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, നാലാമത്തെ പോയിന്റ്, പിന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ വേദനിപ്പിച്ച പ്രോബ്ലങ്ങൾ, പണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും അല്ലെങ്കിൽ ഇതിനോടൊപ്പമോ തന്നെ മാനസിക തകർച്ച നൽകിയ പല കാര്യങ്ങളും ഇപ്പോൾ പിന്നോട്ടൊന്ന് ചിന്തിക്കുമ്പോൾ അതൊരു കാരണമേ ആയിരുന്നില്ല. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് പരിഹാസ്യമായോ അല്ലെങ്കിൽ ചിരിയോ വരുന്ന കാര്യമല്ലേ. പിന്നെ ചില മരണങ്ങൾ, ചില വേർപാടുകൾ, അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അത് നാം അംഗീകരിച്ചേ പറ്റൂ. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തമാവാൻ ശ്രമിക്കുക. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നതാണ് പ്രമാണം. അഞ്ചാമത്തെ പോയിന്റ്, നെഗറ്റീവ് ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ കണ്ണീർ സീരിയലുകൾ കാണുന്നതും നെഗറ്റീവുകൾ എപ്പോഴും പറയുന്ന കൂട്ടുകാരെയും ഉടനടി കട്ട് ചെയ്യുക. ചങ്കൂറ്റവും തന്റേടവുമാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ബീർബലിന്റെ ആ പ്രസിദ്ധമായ വാക്കുകളും ഇപ്പോഴും പ്രസക്തം, ശക്തം. ഈ സമയവും കടന്നുപോകും. ഇനി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, കഴിയാത്തത് കൊണ്ടുമല്ല, മനസ്സ് വെക്കാത്തത് കൊണ്ടാണ്. മനസ്സ് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള യാതൊരു മാനസിക തകർച്ചകളുമില്ലാത്ത മനക്കരുത്തുള്ളൊരു ജീവിതം ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്